ഹലോ ഡിയേഴ്സ്. അപ്പം കഴിഞ്ഞ നീറ്റ് കീമിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഉഡായിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം 2ആണ്. അപ്പോൾ അതിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ചുകൂടി കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലോട്ട് പോകുമ്പം അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഒരു ഡ്രോപ്പ് ഇങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ വെയിറ്റ് താഴോക്ക് ഉണ്ടാവും mg. അപ്പോൾ ഇത് ഫ്ലൂയിഡ്, അതിനകത്ത് ഫ്ലൂയിഡിലൂടെ നമ്മൾ വീഴുമ്പോൾ സ്റ്റോക്സ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിരുന്നു, ഇത് ഇങ്ങോട്ടാണ് വീഴുന്നതെങ്കിൽ അതിൻ്റെ വിസ്കസ് ഫോഴ്സ് മുകളിലോട്ടായിരിക്കും, നമ്മുടെ ഫ്രിക്ഷൻ പോലെ. അപ്പം FV മുകളിലോട്ടുണ്ടാവും വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ അത് ബാലൻസ്ഡ് ആവും. അപ്പം FV = mg എന്നുള്ള രീതിയിൽ നമുക്ക് ആ ടെർമിനൽ വെലോസിറ്റി, അപ്പം ബാലൻസ്ഡ് ആവുന്ന കേസിൽ നെറ്റ് ആക്സിലറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഈക്വൽ ആവും. അപ്പം നെറ്റ് ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പം ആ കേസിൽ വരുന്ന കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ mg = FV എന്ന് മനസ്സിലാക്കുക. പിന്നെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ 6π∗RV, അത് നമുക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കാണാതെ പഠിക്കണം. അതിനകത്ത് നമുക്ക് ഉഡായിപ്പൊന്നും പറയാൻ പറ്റില്ല, അത് നിങ്ങൾ പഠിക്കണം. 6π∗RV, ഈ V എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ് സെറ്റ് അല്ലേ. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിക്കാന്നറിയോ? അങ്ങനെ ഡ്രോപ്പ് ഇങ്ങനെ വീഴാന്ന് വിചാരിക്കും. ഡ്രോപ്പിന് mg താഴേക്കുണ്ട് നമ്മൾ പറഞ്ഞു, അപ്പോൾ വിസ്കസ് ഫോഴ്സ് മേലേക്കാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതിനകത്ത് ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, മുകളിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് എന്താ വരിക എന്നറിയോ? മുകളിലോട്ട് QE. അപ്പോൾ ആ ഫോഴ്സ് കാരണം ഈ ഡ്രോപ്പ് മുകളിലോട്ടാണ് പോകുന്നത്. 2v ആണ് ടെർമിനൽ വെലോസിറ്റി. അപ്പം അതിൻ്റെ വിസ്കസ് ഫോഴ്സ്, വസ്തു മുകളിലോട്ട് പോകുമ്പോൾ വിസ്കസ് ഫോഴ്സ് താഴോട്ടേക്കാണ്, അപ്പോൾ FV താഴോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുന്നത് QE, ഇലക്ട്രിക് ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് mg + FV താഴേക്ക്, അങ്ങനെയാണ്. അപ്പം QE = mg എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ഇക്വേഷൻ 1ൽ, അത് 6π∗RV ആണ്. പ്ലസ് വിസ്കസ് ഫോഴ്സ് ഇവിടെ വരുന്നത് മുകളിലോട്ടാണ്, താഴോട്ടേക്കാണ്. അപ്പോൾ അതെന്താണ്? 6π∗R അവിടെ 2v ആണ് വരുന്നത്. അപ്പം അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ 6π∗RV പ്ലസ് 6π∗RV ഇവിടെ വരുമ്പോൾ 12π∗RV എന്ന് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് QE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 18π∗RV ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറയുന്നത്, ഇഫ് ഇലക്ട്രിക് ഫീൽഡ് E/2 ആക്കി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മേലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് E/2 ആക്കി. അപ്പം അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE/2 ആണ്. അപ്പം വസ്തു ഏത് ടെർമിനൽ വെലോസിറ്റിയിലാണ് പോകുക എന്നുള്ളതാണ്. അപ്പോൾ VT നമ്മൾ കൊടുത്തു, ടെർമിനൽ വെലോസിറ്റി കാണണം. അപ്പോൾ വസ്തുവിൻ്റെ വെയിറ്റ് താഴോട്ട് തന്നെ ആയിരിക്കും, വസ്തു മുകളിലോട്ട് പോകുന്നതായതുകൊണ്ട് വിസ്കസ് ഫോഴ്സ് അപ്പോഴും താഴോട്ടേക്കായിരിക്കും. അപ്പോൾ ഈ കേസിൽ വരിക mg + വിസ്കസ് ഫോഴ്സ് = QE/2 എന്നാണ് വരിക. അപ്പോൾ mg നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്, 6π∗RV ആണ്. ഇവിടെ നമുക്ക് ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് അറിയില്ല, അപ്പോൾ 6π∗RVT എന്ന് കൊടുക്കാം. പിന്നെ QE നമ്മൾ ഇക്വേഷൻ 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 18π∗RV ആണ്. 18π∗RV/2 എന്ന് വരും. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ 6π അങ്ങോട്ട് കൊണ്ടുപോയി 18/2 എന്ന് പറഞ്ഞാൽ 9π∗RV ആണ്. അപ്പോൾ ഇങ്ങനെ വരും, അത് 6π∗RVT നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പുറത്ത് 9π നമ്മൾ പറഞ്ഞു, അതിൻ്റെ 18/2 എന്ന് പറഞ്ഞാൽ 9π∗RV ആണ്. മൈനസ് ഈ 6π അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 6π∗RV ആവും. അപ്പം ഇതിൻ്റേത് 9πന്ന് 6π കുറച്ചാൽ 3π∗RV വരും. ഇവിടെ 6π∗RVT വരും. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ VT നമുക്ക് കാണണം. അപ്പോൾ 3π∗RV/6π∗R എന്ന് വരും. അപ്പോൾ ഈ 3π ഇതൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ വരും V/2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടെർമിനൽ വെലോസിറ്റിയുടെ പകുതിയാണ്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് നമ്മൾ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾ എത്തണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാണാം. അപ്പോൾ നമുക്ക് എന്തുണ്ട്, നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്,
അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളത് ഊരിയിട്ട് ആ പിന്നൊക്കെ ഊരിയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് ഡയറക്റ്റ് കണ്ടുമുട്ടാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിളാണ്. നമ്മളിപ്പം ഒരു ചാർജ്, ഒരു അയോൺ, ഇപ്പോൾ ഒരു എലമെൻറ്റ് അതിനകത്തുനിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അതെന്താവും? 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് +2, ഈ +2 ആവും അതിൻ്റെ ചാർജ്. അങ്ങനെ അപ്പോൾ എത്ര ഇലക്ട്രോൺ ആണോ നഷ്ടപ്പെട്ടത് ഇൻറ്റു, അപ്പോൾ Ne ആണ് അതിൻ്റെ ചാർജ് വരിക. ഓക്കെ, അത് നമുക്കറിയാം. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമ്മൾ പഠിച്ചാണ്. Q എന്ന് പറഞ്ഞാൽ Ne ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഒരു പോസിറ്റീവ് അയോൺ ചാർജ് Q ആണ്, അടുത്തൊരു പോസിറ്റീവ് അയോൺ ചാർജ് Q ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് കൂളംസ് ലോ അപ്ലൈ ചെയ്യടാ. എന്താ ഇതിനകത്ത് ഇത്ര ബുദ്ധിമുട്ട്? ഇതിനകത്ത് ഡിസ്റ്റൻസ് d ആണ്. അപ്പം കൂളംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 Q1 Q2, അപ്പോൾ ഇവിടെ Qവും Q ആണ്, Q²/d². ഇത് വരും. അപ്പോൾ അത് സിമ്പിൾ അല്ലേ? ഇനി നമുക്കറിയാം ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Ne. Q എന്ന് പറഞ്ഞാൽ Ne ആണ്. അപ്പോൾ Qന് പകരം Ne കൊടുക്കുക. അപ്പോൾ F = 1/4πε0 Ne²/d². ഇനി നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ചോദ്യം എന്താണെന്നറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നെ കാണാൻ. അപ്പം ഇതിനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം, 1/4πε0 n²e²/d². ഇനി എന്ത് സംഭവിക്കുന്ന അറിയോ? നമുക്ക് n² n മതി. അപ്പോൾ n² അവിടെ നിർത്തുക, ബാക്കിയുള്ളതിനൊക്കെ ഇപ്പുറത്ത് കൊണ്ട്. അപ്പോൾ F ഇൻറ്റു ഇവിടെ d² ഇൻറ്റു 4πε0 എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന്, d² ഒക്കെ മുകളിലോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ E² എന്താവും? അടിയിലാവും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ E² അടിയിലാവും, = n² എന്ന് വരും. അപ്പോൾ n = ഞാൻ ഇവിടെ എഴുതാം √ എന്ത് വരും? 4πε0 f d²/e². അപ്പം ഇതേതാ ഉള്ളത്? നമ്മുടെ d ആണ് ഇതിനകത്ത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. സംഭവം സിമ്പിളാണ്, കൂളംസ് ലോ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ആ ഒരു Q = Ne എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ആൻസറിലോട്ട് എത്താമെന്നുള്ളതാണ്. സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചങ്കുകളെ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇനി മൂന്നാമത്തെ. അപ്പം ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇത് കാണുന്നുണ്ടാവുന്നില്ല, ഒരു റിംഗ് ആട്ടോ. എ തിൻ കണ്ടക്റ്റിംഗ് റിംഗ്. ഇപ്പം റിങ്ങിനൊക്കെ ഭയങ്കര വിലയാണ്, സ്വർണത്തിന് വില കൂടി എന്ന് പറഞ്ഞ പോലെ റിങ്ങിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർണ്ണമൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക. അപ്പോൾ അതൊന്നുമല്ല, നമുക്ക് മറ്റന്നാൾ ഇപ്പം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കീം എക്സാമുകൾ നടക്കുകയാണല്ലോ. അപ്പം നമുക്ക് ഇപ്പം അതൊന്നും കഥയൊന്നും പറയാൻ സമയമില്ല. നമ്മൾ പറയാൻ പോകുന്നത് ഈ റിങ്. ഇപ്പം റിങ്ങിൻ്റെ ഇത്രയും ഭാഗം അവർ പറഞ്ഞു, എന്നിട്ട് ബാക്കി ഒരു ചെറിയ ഭാഗം. അപ്പോൾ ഈ ചെറിയ ഭാഗത്തിന് AKB എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. AKBയോ DKBയോ CKBയോ ഒക്കെ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ചോദ്യം ഇതാണ്, എ അവിടെ തന്നല്ലോ, CDB. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇവിടെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആണ്. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഈ ഒരു ക്വാർട്ടർ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പം ഇവിടുന്ന് ഈ ഒരു ക്വാർട്ടറിൻ്റെ അങ്ങോട്ടേക്കായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് വരും, ഇതിൻ്റെത് ഇങ്ങോട്ട് വരും. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു ഭാഗത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിനെ ബാലൻസ് ചെയ്യാൻ, ബാക്കിയുള്ള ഭാഗത്തിന് മൊത്തം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ K ആണ്, ഇവിടെ O ആണ്. അപ്പോൾ KO ഡയറക്ഷനിലാണിത്. അപ്പം ബാക്കിയുള്ള ഭാഗത്തിൻ്റെ വരിക OK ഡയറക്ഷനിലാണ്. OK അതേ തന്നെ ആയിരിക്കും, കാരണം എന്നാലല്ലേ നെറ്റ് 0 ആയി. അപ്പം എലോങ് OK എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഇത് K ആണ്, ഇത് ഒറിജിൻ O ആണ്. അപ്പോൾ KO സെൻറ്റർ, KOയിലോട്ടാണ് വരിക ഇതിൻ്റെത്. അപ്പോൾ ബാക്കി ഭാഗത്തിൻ്റെത് അതേ ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതേ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ OKയിലാണ് വരിക. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി ചങ്കുകളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരിക. ഇതും വളരെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവം. വലിയൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത്തരം ക്വസ്റ്റ്യനുകളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലാണ് ചെയ്യാൻ നോക്കേണ്ടത് കേട്ടോ. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കരുത്. ഇതൊക്കെ വായിച്ച് നമുക്ക് ആ ഫസ്റ്റ് ഫേസിൽ ഭയങ്കര ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വലുതാണെങ്കിൽ പോലും നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ. അത് അടുത്ത റൗണ്ടിൽ ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം ഇതിൽ നമുക്ക് 3 ചാർജ് ഉണ്ട്. ഒന്ന് +Q,
അത് തന്നിരിക്കുന്നത് 0 വൈയും സെഡൊക്കെ 0 ആണ്, എക്സും സെഡൊക്കെ 0, വൈ എ ആണ്. അപ്പോൾ അത് വൈയിലാണ്. അപ്പോൾ വൈയിൽ അതിൻ്റെ ഒറിജിൻ എന്നുള്ള ദൂരം എ ആണ്. ഇനി അടുത്ത ചാർജ് -2q ആണ്. -2q അത് ഒറിജിനിലാണ്, 0 0 0 ആണ്. കണ്ടോ, 0 0 0 ആണ് അതിൻ്റെ രണ്ടാമത്തെ കേസ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചാർജ് എക്സ് എയിലാണ്. അപ്പം +q തന്നെയാണത്. മൂന്നാമത്തേത് നോക്കൂ, ഇവിടെ +q തന്നെയാണ് മൂന്നാമത്തേത്. അതിനകത്ത് ഒരു മിനിറ്റ്, മൂന്നാമത്തേത് +q തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ +q വെച്ചു. അത് എക്സ് എന്ന് എത്ര അകലെ എത്തില്ല എന്നറിയോ, ഈ ദൂരം എ ആണ്. ഓക്കെ, എ ആണ്. അപ്പം നമുക്കറിയാം, ഇനി ഈ ചോദ്യം ഇതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആകെ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടെ +q, ഇവിടെ -2q, ഇവിടെ +q. അപ്പോൾ ഇവിടെ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസും മൈനസും വരണ്ടേ. അപ്പോൾ ഈ -2qനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പം ഇവിടെ ഒരു +qനെ നമ്മളിവിടെ -q ആക്കി, വീണ്ടും ഇവിടെ അതിനെ -q ആക്കിയിട്ട് അങ്ങനെ. അപ്പം അതിനെ 2 -q ആക്കി, അതേ സ്ഥാനത്തിനെ നമ്മൾ 2 -q ആക്കി. അപ്പോൾ ഇവിടെ ഒരു ഡൈപോളായി, ഇവിടെ ഇതൊരു ഡൈപോളായി, -q +q. ഇത് മേലേക്കും ഒരു ഡൈപോളായി. അപ്പം നമ്മളെ ഒന്നുകൂടി ഞാൻ ഇവിടെ അടിപൊളിയാക്കിയിട്ട് വരയ്ക്കാം. ഇത് +q, ഈ -2qനെ നമ്മൾ ഇങ്ങോട്ടേക്കൊരു -q, ഇങ്ങോട്ടേക്കൊരു -q ആക്കി. അപ്പോൾ ബാക്കി ഇവിടെ +q. അപ്പോൾ ഇതൊരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ QA ഈ ഡയറക്ഷനിലുണ്ട്, ഇനി ഒരു QA ഈ ഡയറക്ഷനിലും ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വെക്റ്റർ, ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ആണല്ലോ, ഇങ്ങനെ വരും QA, ഇങ്ങനെ വരും QA. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഇങ്ങനെയല്ലേ വരിക. അപ്പം അതിനകത്ത് ഒറിജിൻ 0 0 0 ആണ്. ബാക്കി ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ വരും വൈയിൽ, എക്സിലും അതുപോലെ എ വരും. എക്സും വൈ ഒക്കെ അതിനകത്ത് എക്സിൽ എ വരും, വൈയിൽ എ വരും, ദെൻ സെഡ് ഇല്ല, അപ്പോൾ 0. അപ്പോൾ ആ രീതിയിൽ ഡയറക്ഷൻ വരിക. അപ്പോൾ നമുക്കറിയാം ഒരു വെക്റ്റർ എഫ് ഇങ്ങനെയാണ്, മറ്റൊരു വെക്റ്റർ ഇങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് √2f ആണ് വരിക. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വരിക √2qa എന്നാണ്. അതിൻ്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, 1 0 0. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരിക എ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് ഡൈപോൾ മൊമെൻ്റ് പറഞ്ഞാൽ ചാർജിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് 2 ഡൈപോൾ നമ്മൾ ഉണ്ടാക്കി, അതിനകത്ത് ഒരു ഡൈപോൾ q ഇങ്ങോട്ട്, ഒരു ഡൈപോൾ ഇങ്ങോട്ടാണെങ്കിൽ റിസൾട്ടൻ്റ് ഇത് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഇത് √2 ആണ് വരിക, √2q. അത് നിങ്ങൾ ഇത് എഫ് എന്ന് പറഞ്ഞ പോലെ ഇത് QA, ചാർജിൻ്റെ ഡിസ്റ്റൻസ് ഇത് QA ആണെങ്കിൽ ഇത് √2q ആണ് വരിക. അപ്പോൾ അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 0 0 0 ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും എ ആണ്, സെഡ് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എ ആണ് അതിൻ്റെ ആൻസർ. ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. സോ നമ്മൾ അടുത്തതിലോട്ട് പോകുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ സർട്ടൻ റീജിയൻ റേഡിയലി ആണ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് തന്നു AR. പിന്നെ ചാർജ് കണ്ടെയ്ൻഡ് ഇൻ എ സ്ഫിയർ അറ്റ് ദ ഒറിജിൻ ഓഫ് ദ ഫീൽഡ്. ഇതിനകത്ത് അപ്പോൾ ഒരു സ്ഫിയറിനകത്തുള്ള ഇവിടെ ചാർജാണ്, ഇതിനകത്തുള്ള ചാർജാണ് ചോദിച്ചത്, Q ഇൻസൈഡ്. അപ്പോൾ നമ്മളിവിടെ ഗോസസ് തിയറമാണ് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ആണ്, ഏരിയ ES അല്ലെങ്കിൽ EDS എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ തന്നിരിക്കുന്നു AR. ഏരിയ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഏരിയ എന്താ വരിക, 4π. ഇവിടെ അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ഇവിടെ റേഡിയസ് E ആണ് കേട്ടോ. അപ്പോൾ 4πa² ആണ് വരിക. അപ്പോൾ ഇവിടെ ഫ്ലക്സ് വരിക. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ആദ്യം ഫ്ലക്സ് തന്നെ വരിക. ഫ്ലക്സ് വരിക എന്താണ്, 4πa² ഇൻറ്റു ഇവിടെ AR വരുമല്ലോ, അതെ ഇങ്ങനെ വരും. അപ്പം ഇതിനകത്ത് ഇപ്പം ഇങ്ങനെയായി. ഇനി ഇതിനകത്ത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q/ε0 ആണ് ഗോസസ് തിയറ പ്രകാരം. അപ്പോൾ ഇവിടെ Q ആണ് കാണാനുള്ളത്. അപ്പോൾ ε0 ഇപ്പോൾ ഇങ്ങനെ വരും, 4πa² AR. ഇനി Q ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം 4πε അങ്ങോട്ട് കൊണ്ടുവരിക, a² ഇൻറ്റു AR എന്ന് വരും അവിടെ. അപ്പം അതിനകത്ത് ഇതിനകത്ത് ഇപ്പോൾ റേഡിയസ് ഇവിടെ AR എന്ന് പറയുമ്പോഴേ ഇവിടെ റേഡിയസ് നമ്മൾ A ആക്കി എടുക്കുന്നത്. ഇപ്പം AR ആണ്, R റേഡിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് AA എന്ന് പറയാം. ഈ ആറിനെയും നമുക്ക് എൻ്റെ ടേമിൽ മാറ്റാം. അപ്പോൾ വരിക 4πε0 ക്യാപിറ്റൽ A ഇൻറ്റു A³ എന്നാണ് ഇവിടെ വരിക. അപ്പം നമുക്ക് B ആണ് അതിനകത്ത് ആൻസർ വരിക. അപ്പം ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പം
കുറച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. പക്ഷേ ആ ഒരു ഫ്ലക്സിൻ്റെ കൺസെപ്റ്റും ആ ഒരു ചാർജ് ഇൻസൈറ്റൊക്കെ അറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്തും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ്. ടോട്ടൽ ഫ്ലക്സ് എന്താ വരിക, ഇതിനകത്തൊരു ചാർജ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ ഫ്ലക്സ് എന്താ വരിക, Q/ε0. അതിനകത്ത് തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, ഈ ഓളോ സിലിണ്ടർ ആസ് ചാർജ് Q ഇൻസൈഡ് പറഞ്ഞു വിത്തിൻ ആൻഡ് ഈ ഫൈ ഇവിടെ കേട്ടോ, ഈ ഫൈ ഈസ് ദ അതിനകത്ത് ഒരു മിനിറ്റ് ഇവിടെ തന്നിരിക്കുന്നത് ഈ ഫൈ ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പോൾ ഫൈ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻ യൂണിറ്റ്സ് ഓഫ് വോൾട്ട്മീറ്റർ അസോസിയേറ്റഡ് വിത്ത് കർവ്ഡ് സർഫസ് ബി. അപ്പോൾ ഈ കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് ഇത് ഫൈ ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമുക്കറിയാം ഇതിനകത്ത് Q/ε0 ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഈ രണ്ട് സൈഡിലൂടെ പോകുന്നത് എന്തായിരിക്കും? അപ്പം അതിലൂടെ പോകുന്നത് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് Q/ε0 എന്ന് ഫൈ കുറയ്ക്കാം. അതായത് ടോട്ടൽ നമുക്കറിയാം ഇതിനകത്ത് ഗോസസ് തിയറം പ്രകാരം ഇതിനകത്ത് നിന്ന് പോകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. അതിന്ന് കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് ഫൈ ആണെങ്കിൽ ഈ രണ്ട് എയിലൂടെയും ബിയിലൂടെയും പോകുന്ന ഈ രണ്ട് സൈഡിലൂടെയും പോകുന്നത് Q/ε0 - ഫൈ ആയിരിക്കും. അപ്പം ഇനി അത് തന്നെ എയിലൂടെ പോകുന്നത് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഈക്വൽ ആണല്ലോ. അപ്പോൾ എയിൽ പോകുന്നതിൻ്റെ പകുതിയായിരിക്കും. അപ്പം ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്ലെയിൻ സർഫസ് എ ഇൻ യൂണിറ്റ്സ് ഓഫ് വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ ½ × Q/ε0 - ഫൈ. അപ്പം അതാണ് സംഭവം. ഈ കർവ്ഡ് സർഫസിൽ ഫ്ലക്സ് ഫൈ ആണ്. ടോട്ടൽ നമുക്കറിയാം ഇതിനകത്ത് ചാർജ് Q ആണെങ്കിൽ ഇതിനകത്ത് Q/ε0 ആണ്. അപ്പോൾ അതിനകത്ത് ഈ രണ്ട് ഭാഗങ്ങളിലൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കർവ്ഡ് സർഫസിൻ്റെ ഫ്ലക്സ് കുറയ്ക്കുക. ബാക്കി തന്നെ ഒരു ഭാഗത്തിലൂടെ വരിക ½ അല്ലേ, അപ്പോൾ ½. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതും വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാനൊന്നുമില്ല. അപ്പം ക്വസ്റ്റ്യനൊക്കെ ഇവിടെ കഴിഞ്ഞു. 17 മിനിറ്റായി. അപ്പം നിങ്ങൾ 2x കണ്ടാൽ ഒരു 8 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ചാർജസ് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കാര്യങ്ങൾ കിട്ടും. അപ്പം എന്തായാലും ഇതിനകത്ത് PYQs നമ്മൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അതിലെ PYQs അടുത്ത വീഡിയോകൾ നമ്മൾ ചെയ്യും. അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കില്ല. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.